സിനിമാ രംഗത്ത് നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി എത്തുന്ന സിൽവർ സ്ക്രീനിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീനിൽ പതിവ് പോലെ ഇന്ന് ആദ്യം ലൊക്കേഷൻ റിപ്പോർട്ട്. പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ ഒരുക്കിയ ഏറ്റവും പുതിയ ചിത്രം രാമന്റെ ഏദൻ തോട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പ്രേതത്തിന് ശേഷം രഞ്ജിത്ത് ശങ്കർ ഒരുക്കിയ രാമന്റെ ഏദൻ തോട്ടത്തിൽ കുഞ്ചാക്കോ ബോബനാണ് നായകനായി എത്തുന്നത്. ഇത് ആദ്യമായാണ് കുഞ്ചാക്കോ ബോബൻ ഒരു രഞ്ജിത്ത് ശങ്കർ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രകൃതിരമണീയമായ പ്രദേശമായ വാഗമണ്ണിലും പരിസര പ്രദേശങ്ങളിലുമാണ് ചിത്രം പ്രധാനമായും ചിത്രീകരിച്ചത്. വാഗമൺ തൊടുപുഴ റൂട്ടിൽ കാടിനുള്ളിലേക്ക് കയറി സ്ഥിതി ചെയ്യുന്ന വാഗമൺ ഹൈറ്റ്സ് എന്ന റിസോർട്ടായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. സാധാരണ റിസോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി പഴമ കലർന്ന് പ്രകൃതിയോട് ഇണങ്ങി സ്ഥിതി ചെയ്യുന്ന റിസോർട്ടാണ് വാഗമൺ ഹൈറ്റ്സ്. പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന ഒരു കഥാപരിസരമാണ് ചിത്രത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷൻ ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് അനുയോജ്യവുമായിരുന്നു. റാം മേനോൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥാവികസനം. കുഞ്ചാക്കോ ബോബനാണ് റാം മേനോനെ അവതരിപ്പിക്കുന്നത്. ഇതിൽ രാം മേനോൻ അല്ലെങ്കിൽ രാമൻ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 500 ഏക്കർ ഒരു ഫാം ഹൗസെന്നോ അല്ലെങ്കിൽ ശരിക്കും ഒരു കാട് എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഏദൻ തോട്ടം. അത് നടത്തുന്നത് ഈ റാമും പുള്ളിയുടെ കൂടെയുള്ള ഒരു വർമ്മ, അത് രമേഷ് പിഷാരടിയാണ് കഥാപാത്രം ചെയ്യുന്നത്. അവിടേക്ക് വരുന്ന ആൾക്കാർ ഈ ഏദൻ തോട്ടത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം അവരുടെ ജീവിതത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആംബിയൻസും ആളുമൊക്കെയാണ് ഈ ഏദൻ തോട്ടവും രാമും. പിന്നെ ഇദ്ദേഹത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 6 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ ഏദൻ തോട്ടം ഏറ്റെടുത്തിട്ട്. ഒരു ഫാമിലി പ്രോപ്പർട്ടി ആയിരുന്നു. അതിന് മുമ്പ് പുള്ളി IT ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല രാജ്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പുള്ളിയുടെ ഒരു മെയിൻ കാര്യം ഈ കുറച്ചുകൂടെ ഒരു എൻവയൺമെൻ്റൽ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടുള്ള പല പരിപാടികളാണ്. അപ്പം മിയാവാക്കി എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ സിറ്റീസിൽ കാട് റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാട് ഉണ്ടാക്കുക. അപ്പോൾ അത് ബേസിക്കലി ബാംഗ്ലൂർ, പൂനെ, ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളിൽ മെട്രോ സിറ്റീസിൽ അവിടുത്തെ IT പാർക്കുകളിൽ കൂടുതലും ഇങ്ങനത്തെ കാടുകൾ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രധാന പരിപാടിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇവിടേക്ക് വരുന്ന പല ആൾക്കാരുടെ ഇടയിൽ എൽവിസിൻ്റെ കുടുംബം വരികയാണ്. ഇപ്പം ജോജു ആണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്, എൽവിസ് എന്ന ക്യാരക്ടർ. എൽവിസിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വരുന്നു, ഫാമിലിയൊക്കെ ആയിട്ട് വരും. പിന്നീട് ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് അവരുടെ ജീവിതങ്ങൾ എങ്ങനെ മാറ്റിമറിക്കുന്നു, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് അവർ കൊണ്ടുവന്ന പോസിറ്റീവ് കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ അത് എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നതൊക്കെ
നമ്മളൊരു ഫിലോസഫിക്കൽ ലൈനിലോട്ട് പോകാതെ തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് പറഞ്ഞു പോകുന്നൊരു സിനിമയുണ്ട് രാമൻ്റെ ഏദൻ തോട്ടം. കാടിനെയും മലകളെയും പുഴകളെയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന ഒരാളായ റാം മേനോൻ കാടിനുള്ളിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ലോകം തീർക്കുന്നു. അതിന് അയാൾ നൽകിയ പേരായിരുന്നു ഏദൻ തോട്ടം. യുവതാരം അനു സിത്താരയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. രാമൻ്റെ ഏദൻ തോട്ടം എന്ന ഈ ചിത്രത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാലിനി എന്നാണ്. മാലിനി ആ പേര് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ആ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ അധികം ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല. തൻ്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അനു സിത്താര സന്തോഷത്തിലാണ്. തീർച്ചയായും ഒരുപാട് വ്യത്യസ്തതയുണ്ട് എൻ്റെ ഈ രാമൻ്റെ ഏദൻ തോട്ടത്തിലെ മാലിനി. മുൻപ് ചെയ്ത ക്യാരക്ടർ പോലെയൊന്നും അല്ല, കുറച്ചൊരു ബോൾഡായിട്ടുള്ളൊരു കുറച്ചൊരു പ്രായമുള്ളൊരു ക്യാരക്ടറാണ് മാലിനിയുടേത്. പൊട്ടാസ് ബോംബ് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അനു സിത്താര ഇതാദ്യമായാണ് ചാക്കോച്ചൻ്റെ നായികയാകുന്നത്. ചാക്കോച്ചൻ്റെ കൂടെ ആദ്യമാണ്. അടിപൊളിയായിരുന്നു. പിന്നെ ഭയങ്കര പാവമാണ് ചാക്കോച്ചൻ. ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ രഞ്ജിത്ത് ശങ്കറിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും അനു സിത്താര സൂചിപ്പിച്ചു. സത്യം, രഞ്ജിത്ത് സാർ ചെയ്ത സിനിമകളെല്ലാം ഹിറ്റാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിൻ്റെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും എന്തായാലും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു ചിത്രം കൂടിയാണ്. സമകാലിക മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അജു വർഗീസും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി ഉടനീളം അഭിനയിക്കുന്നു. രഞ്ജിത്ത് സാറിൻ്റെ കൂടെ പുണ്യാളനും സുധിക്കും പ്രേതത്തിനും ശേഷം ഒരു വേഷം ചെയ്യുകയാണ് ചാക്കോച്ചാനോടൊപ്പം. ചെറിയൊരു വേഷമാണ്, അതിലൊരു വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പറയാനില്ല. ഒരു രാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചാക്കോച്ചാൻ ചെയ്യുന്നത്. രാമൻ്റെ അനിയൻ ശത്രുഘ്നൻ ഈ റിസോർട്ടിലോട്ട് ഒരു അവധിക്കാലം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. ബാക്കി വിശേഷങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാം. തീർച്ചയായിട്ടും ഈ ഒരു ആംബിയൻസ്, ഇതിൻ്റെ ഒരു വിഷ്വൽ പാറ്റേൺ സിനിമയിൽ വരുമ്പം നിങ്ങൾക്ക് ഒരുപാട് വിഷ്വലി എൻ്റർടൈൻഡ് ആവുന്ന കാര്യങ്ങൾ ഈ സിനിമയിൽ അണിയിച്ചൊരുക്കുന്നുണ്ട്. ഒരു കണ്ടൻറ് ഓറിയൻറ്റഡും എന്നാൽ എൻ്റർടൈൻമെൻറ്റിനും മുൻതൂക്കം കൊടുക്കുന്ന ഒരു നല്ല സിനിമയായി രാമൻ്റെ ഏദൻ തോട്ടം മാറട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. സിൽവർ സ്ക്രീനിലെ ചലച്ചിത്ര കാഴ്ചകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാം. ശ്രീജിത്ത് രവിയാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരം. ഞാൻ പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത്തേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുന്ന സിനിമയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നു. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് രഞ്ജിത്തേട്ടൻ്റെ പടങ്ങൾ പിന്നെ കണ്ടില്ല, അഭയകുമാറിന് ശേഷം കണ്ടില്ലല്ലോ എന്ന് കുറേ ആൾക്കാരായി ചോദിക്കുന്നു. അത് ഞാൻ പലപ്പോഴും രഞ്ജിത്തേട്ടനോട് പറയാറുണ്ട്. അപ്പോൾ പറ്റിയൊരു സാധനം വരട്ടെ, ശ്രീജിത്തെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പടത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ക്യാരക്ടറിൻ്റെ പേര് സലീം എന്നാണ്. അപ്പോൾ ഒരു
ഒരു പീസ് ഓഫ് ലൈഫാണ് കാണിക്കുന്നത് രഞ്ജിത്തേട്ടൻ്റെ. മറ്റ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വേറൊരു കാറ്റഗറി സിനിമയായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല. ഞാൻ മുമ്പ് പുണ്യാളനിൽ ചെയ്ത അഭയകുമാറേ അല്ല സലീം. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പേര് സൂചിപ്പിക്കും പോലെ ഒരു പ്രണയകഥയാണ് ചിത്രം പറയുന്നത്. വ്യത്യസ്ത ധ്രുവങ്ങളിൽപ്പെട്ട രണ്ടുപേരുടെ പ്രണയമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മിമിക്രി താരവും നടനുമായ രമേശ് പിഷാരടിയാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. തന്റെ ചിത്രത്തിലെ കഥാപാത്രത്തെക്കുറിച്ച് രമേശ് പിഷാരടി സിൽവർ സ്ക്രീനിനോട്, വർമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അദ്ദേഹം ചില പേഴ്സണൽ പ്രോഗ്രാമുകളൊക്കെ കൊണ്ട് ചിലപ്പോഴാണ് നമ്മൾ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി കുറച്ച് ദിവസം ഒറ്റയ്ക്ക് ഇരിക്കണം എന്നൊക്കെ തോന്നുന്ന അവസ്ഥകളിൽ എത്തിപ്പെടാൻ പറ്റുന്ന നല്ലൊരു ഹെഡൗട്ടാണ് ഈ പറയുന്ന ഏദൻ തോട്ടം എന്ന് പറയുന്ന പ്രദേശം. രഞ്ജിത് ശങ്കറിൻ്റെ സിനിമയാണ്. അദ്ദേഹം നമുക്ക് കഴിഞ്ഞ സിനിമകളിലൂടെ എല്ലാം ഒരു കാഴ്ചയുടെ അനുഭവം അല്ലെങ്കിൽ ഒരു വിശ്വാസം നമ്മളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ചിത്രവും അങ്ങനെ തന്നെയായിരിക്കും. മികച്ച സിനിമകളുടെ സഹയാത്രികനാണ് രഞ്ജിത് ശങ്കർ. തന്റെ ആദ്യ ചിത്രമായ പാസഞ്ചറിലൂടെ തന്നെ രഞ്ജിത് ശങ്കർ ഇത് തെളിയിച്ചിട്ടുണ്ട്. പതിവ് പോലെ രഞ്ജിത് ശങ്കർ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും എഴുതിയിരിക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയവുമായി എന്നും എത്താറുള്ള രഞ്ജിത് ശങ്കർ ഏറ്റവും സമയം ചെലവഴിച്ചൊരുക്കിയ തിരക്കഥ കൂടിയാണ് ഈ ചിത്രത്തിൻ്റെത്. തന്റെ പുതിയ ചിത്രമായ രാമന്റെ ഏദൻ തോട്ടം ഏത് ജാനറിൽ പെടുന്നു എന്നാണ് രഞ്ജിത് ശങ്കർ ആദ്യം വിശദീകരിച്ചത്. രാമന്റെ ഏദൻ തോട്ടം അടിസ്ഥാനപരമായി ബന്ധങ്ങളെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന, വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളെ, ഭാര്യ ഭർത്താവ്, കുട്ടി, സുഹൃത്തുക്കൾ തുടങ്ങുന്ന ബന്ധങ്ങളെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സിനിമയാണ്. അതിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് റൊമാൻസാണ്, പ്രണയം. അപ്പം ഈ പറയുന്ന ആളുകൾ ഉളവാകുന്ന ഒരു പ്രണയവും അതിൽ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട്. പ്രണയമാണ് മുഖ്യ വിഷയമെങ്കിലും സാധാരണ പ്രണയ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചിത്രമാണ് രാമന്റെ ഏദൻ തോട്ടമെന്നും രഞ്ജിത് ശങ്കർ പറഞ്ഞു. ഞാൻ ചെയ്ത സിനിമകളിൽ വെച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പ്രേക്ഷകർക്കും അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മളിവിടെ എല്ലാവരും ഉള്ളത്. ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. വാഗമണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡിഫറെൻ്റ് ആവുക എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു ഇതിലുള്ളൊരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് കുറച്ചുകൂടിയും മെച്യൂർഡായിട്ടുള്ള ആൾക്കാർ തമ്മിലുണ്ടാകുന്ന പ്രണയവും മെച്യൂർഡായിട്ടുള്ള ആൾക്കാരിലുള്ള റിലേഷൻഷിപ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു മെച്യൂരിറ്റിക്ക് തന്നെ പല രീതിയിലുള്ള അളവുകളും കാര്യങ്ങളുണ്ട്, അതല്ല. പക്ഷേ നമുക്ക് പ്രായം തരുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. അതായത് ഒരു 20-ആം വയസ്സിൽ ചിന്തിക്കുന്നതല്ല നമ്മൾ 30 വയസ്സിൽ 40 വയസ്സിൽ ചിന്തിക്കുന്നു.
അപ്പോൾ ഇതിൽ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന രാമൻ അല്ലെങ്കിൽ രാം മേനോൻ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ അയാൾക്ക് 40 വയസ്സാണ്. അപ്പം ചാക്കോച്ചൻ്റെ ആക്ച്വൽ റിയൽ ഏജാണ് 40 വയസ്സ്. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാളുടെ ചിന്താഗതികളും ഒരു 20 വയസ്സുള്ള ഒരാളുടെ ചിന്താഗതികളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അയാളും അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകളുടെയും ഒക്കെ മാനസികാവസ്ഥകളൊക്കെ കുറച്ചുകൂടി തിങ്കിങ്ങിലെ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് ഈ സിനിമയുടെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. രഞ്ജിത്ത് ശങ്കർ ആദ്യമായാണ് ചാക്കോച്ചനെ നായകനാക്കി ഒരു ചിത്രം ഒരുക്കുന്നത്. ഏറെ സങ്കീർണതകളുള്ള ഒരു കഥാപാത്രമാണ് രഞ്ജിത്ത് ശങ്കർ ചാക്കോച്ചനായി ഒരുക്കിയിരിക്കുന്നത്. ഇല്ല, ഞാൻ ഒരു സിനിമയും ഒരു നടന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഒരു കഥയാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കഥയിൽ ആര് അഭിനയിച്ചാലാണ് ഏറ്റവും സൂട്ടബിൾ ആവുക. എക്സിസ്റ്റിംഗ് ഒരാളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിലാണ് നമ്മൾ പുതിയൊരാളെ പറ്റി ആലോചിക്കുന്നത്. അപ്പം ഇത് രാമൻ്റെ ആയതുകൊണ്ട് തന്നെ ആ ജോണറിലൊരു സിനിമ എനിക്ക് ഒരുപാട് കാലമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സിനിമയായിരുന്നു. പല കാരണം കൊണ്ട് നടന്നില്ല. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോൾ അത് അതിലാരെ അഭിനയിക്കണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചാക്കോച്ചനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. തന്റെ ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്തരായ ഛായാഗ്രാഹകരെ പരീക്ഷിക്കാറുള്ള രഞ്ജിത്ത് ശങ്കർ ഇത്തവണ മധു നീലകണ്ഠനെയാണ് ഛായാഗ്രഹണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളും തന്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കാൻ രഞ്ജിത്ത് ശങ്കർ എപ്പോഴും ശ്രദ്ധിക്കുന്നു. ഗാനങ്ങൾക്കും പ്രാധാന്യമുള്ള ചിത്രത്തിനു വേണ്ടി ബിജിപാലാണ് സംഗീതമൊരുക്കുന്നത്. മനോജ് പൂങ്കുന്നമാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിക്കുന്നത്. സജി ചന്ദരൂർ, ഷിൻഡോ ഇരിങ്ങാലക്കുട എന്നിവരാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സായി പ്രവർത്തിക്കുന്നത്. ഗോദ, എബി എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് ഇരുവരും രാമന്റെ ഏദൻ തോട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഡ്രീംസ് ആൻഡ് ബിയോൺസിന്റെ ബാനറിൽ രഞ്ജിത്ത് ശങ്കർ തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ചിത്രം മെയ് മാസം റിലീസിനെത്തും. സിൽവർ സ്ക്രീനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള കൂടി.